ദൈവത്തിന് മഹത്വം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതി എന്നുള്ളതായ വിഷയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിറഞ്ഞ 3 ചെറുപ്പക്കാർ എരിദൈവയുടെ അനുഭവത്തിലും ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിയപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അതൊരു ദൈവിക പദ്ധതിയുടെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പക്ഷെങ്കിൽ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതായ ഈ 4 ചെറുപ്പക്കാരും, അല്ലെങ്കിൽ ദിവസം തോറും 3 നേരം പ്രാർത്ഥനയിൽ ഉറ്റിരുന്നതായ, നല്ല ആത്മീയമായ അനുഭവത്തിൽ ജീവിച്ചതായ ഈ 4 ചെറുപ്പക്കാർക്കും എന്തുകൊണ്ട് തീച്ചൂളയുടെയും സിംഹക്കുഴിയുടെയൊക്കെ അനുഭവം ഉണ്ടായി എന്ന സ്വാഭാവികമായ ചിന്തകൾ മനുഷ്യരിലേക്ക് കടന്നു വരാം. ദൈവത്തെ വിളിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കഷ്ടതകളൊക്കെ എന്തിനനുവദിക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തോടടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, ദൈവം തൻ്റെ മഹത്വത്തെ തൻ്റെ മക്കളിലൂടെ വെളിപ്പെടുത്തി മറ്റുള്ളവരെ ഈ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് നമ്മളെ ഉപയോഗിക്കുന്നതായ ചില മുഖാന്തരങ്ങളാണത്. അപ്പോൾ നമ്മൾ ദൈവികമായ മഹത്വത്തിന് വേണ്ടി ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ പങ്കാളികളായി തീരുകയാണ് ഇതിലൂടെയൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോൾ സമ്പൂർണ്ണ ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിക്കുകയും ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഒരു പാത്രമാക്കി എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക. തുടർന്നും വരും ദിവസങ്ങളിൽ ജോനയുടെ പുസ്തകത്തിൽ നിന്നും ചില ചിന്തകളൂടെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരുവാനായി യോനയെ ദൈവം തിരഞ്ഞെടുക്കുകയും ചില നിർദ്ദേശങ്ങൾ യോനയ്ക്ക് നൽകുകയും, എന്നാൽ ദൈവിക നിർദ്ദേശത്തിന് വിരുദ്ധമായി ഓടിയ യോനയുടെ ജീവിതത്തിൽ ദൈവം തൻ്റേതായ പദ്ധതികളെ നിറവേറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ജോന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നും ഓടിപ്പോകുവാൻ ശ്രമിക്കുന്നതും, ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ഓടുന്നതും, ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ അവസാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ജോനയുടെ പുസ്തകം മുഴുവനും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ഇത്രത്തോളമൊക്കെ മറുതലിക്കുകയും ദൈവത്തിന് വിരുദ്ധമായും ദൈവസന്നിധിയിലേക്ക് വീണ്ടും മടങ്ങി വരികയും ഒക്കെ ചെയ്ത് ജോന തൻ്റേതായ പദ്ധതി പ്രകാരമൊക്കെ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴും ദൈവിക പദ്ധതി എന്തായിരുന്നുവോ അത് അവിടെ പൂർത്തിയായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിനവയിലേക്ക് അയച്ച് നിനവയിലെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനൊരു ഭാഗവത്താകുവാൻ ജോനയെ തിരഞ്ഞെടുക്കുമ്പോൾ ജോന അതിനോട് മറുതലിക്കുന്നതായ അനുഭവത്തെയാണ് നമുക്ക് അവസാനം വരെ കാണുന്നത്. എന്നാൽ ജോനയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്ന ജോനയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും ആ ദൈവത്തിന് വേണ്ടി ഓടുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ അവസാനത്തെങ്കിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ജോന തൻ്റെ മാനുഷികമായ നിലയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുതലില്ലാത്തതായ ഒരു യോനായി, അല്ലെങ്കിൽ നിനവയിലെ ജനങ്ങളുടെ മാനസാന്തരത്തിൽ സന്തോഷമില്ലാത്തതായ ഒരു യോനയെ നമുക്കവിടെ കാണുന്നു. പക്ഷെ ദൈവം ഒരു പദ്ധതി അവിടെ ഇട്ടിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ ജനത്തെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെയും നിങ്ങളെയും പലപ്പോഴും ദൈവം തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മുഖാന്തരമായി തിരഞ്ഞെടുത്ത് ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? ജോനയെപ്പോലെ മറുതലിക്കുന്ന സ്വഭാവമാണോ? അതോ അല്പം ത്യാഗം സഹിച്ചാലും കഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവമേ, നിൻ്റെ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാനുള്ളതായ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ ദൈവം സ്വാർത്ഥതയുടെ ദൈവമല്ല. മറ്റുള്ളവരെ പറ്റി കൺസേൺ ഉള്ളതായ, കരുതലുള്ളതായ ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ തൻ്റേതായ പദ്ധതിയുടെ പൂർത്തീകരണത്തിനൊരു ഭാഗമാകുവാൻ നമുക്കൊരവസരം ലഭിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമായി നമ്മളതിനെ, ഒരു അനുഗ്രഹമായി നമ്മളതിനെ കാണണം. പക്ഷേ ഇവിടെ ജോന അതിന് നേരെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതായ ചില പ്രവൃത്തികളെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
അപ്പോഴൊക്കെയും ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി ചിലതൊക്കെ അവിടെ അനുവദിക്കുന്നതായി നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സന്നിധി വിട്ടോടുവാനായിട്ട് ശ്രമിച്ചതായ ജോനയുടെ ജീവിതത്തിൽ ഒരു പെരുങ്കാറ്റ് അല്ലയോ ആ കടലിൽ അടിപ്പിക്കുകയും കപ്പൽ തകരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ തകർന്നു പോകുവാൻ തക്കവണ്ണം ഒരു പെരുങ്കാറ്റിനെ അടിപ്പിക്കുന്നു. അത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ അതിലൂടെ ഈ പെരുങ്കാറ്റടിപ്പിച്ചതിലൂടെ എന്ത് സംഭവിച്ചു? അതിൽ ജോന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മളവിടെ വായിക്കുന്നത് കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയാണ്. എന്നാൽ കപ്പലിലുള്ള ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും പരിഭ്രാന്തരായി അവർ നശിച്ചു പോകുമെന്നുള്ളതായ പ്രയാസത്തിൽ അവിടെ കഴിയുകയാണ്. അപ്പോൾ അവർ ജോനയോട് പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടത് നീ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുക എന്ന് അവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, അവർക്കുണ്ടായതായ വിശ്വാസവും അവർക്കുണ്ടായതായ ഭയവും ഈ ദൈവത്തെ ആരാധിക്കുന്നതായ, പിന്നീട് താഴോട്ട് പറയുന്നു, അവൻ ആരാണ്? ഞാനൊരു എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വലിയ ശക്തിയുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മകനായി തീർന്ന ജോനയ്ക്ക് ഭയമില്ലാതെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്നും ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ഓടുന്നതായ ഒരനുഭവം, ഒരു മനസ്താപവുമില്ലാതെ ഓടുന്നു. ഇന്ന് അനേക ദൈവിക നന്മകൾ അനുഭവിച്ചവരുടെ ഒരു സ്വഭാവമാണിത്. ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ നന്നായിട്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വിരുദ്ധമായിട്ട് ഓടുന്നതായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. എന്നാൽ താഴോട്ട് വരുമ്പോൾ ദൈവം അവിടെയും ദൈവിക പദ്ധതിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. പ്രിയമുള്ളവരെ, ജോന ദൈവത്തിനെതിരായിട്ട് ഓടിയതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരു നഷ്ടവും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെയും ദൈവം തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം, തൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് അതും ഇടയാക്കി തീർന്നു. ആ കടലിലടിച്ച പെരുങ്കാറ്റിലൂടെ ആ കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഈ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഇടയായിട്ട് തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, ഈ ജനത്തിന് ഒരു വലിയ ഭയമുണ്ടാവുകയാണ്. ഈ ജോനയെ കടലിലേക്ക് എടുത്തെറിയുമ്പോൾ അവർ കർത്താവേ, ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഈ കുറ്റം ഞങ്ങളുടെ മേൽ കണക്കിടരുതേ. എന്തൊരു വലിയൊരു ഭയമാണ് ആ ജനത്തിന് ഈ ദൈവത്തെപ്പറ്റി ഉണ്ടാകുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞവരാണ്, ഈ ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്ന് നമുക്ക് ഈ ഭയവും ഈ ബഹുമാനവും ഒക്കെ ഈ ദൈവത്തോടുണ്ടോ എന്ന് അനേകർ ഇതൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒന്നും തിരിച്ചറിയാതെ ജീവിച്ച് ദൈവനാമത്തെ ദുഷിക്കുന്ന ഒരു ലോകത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവെ, ഒരിക്കൽ പോലും നീ തന്ന നന്മകളെ നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഉപയോഗിക്കും. നിനക്ക് ദോഷം വരുന്നതോ നിൻ്റെ നാമം ദുഷിക്കുന്നതായോ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഇത് തുടർന്ന് നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിനെതിരായിട്ട് നമ്മൾ ഓടിയാലും ദൈവിക പദ്ധതിക്ക് ഒരു കോട്ടവും സംഭവിക്കത്തില്ല. ഇനിയും നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും അതിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഒരു കോട്ടവും സംഭവിക്കത്തില്ല. ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പക്ഷേ അവിടെയും നഷ്ടം നമ്മൾക്കാണ്. അതിലൊരു ഭാഗവത്താകുവാൻ ലഭിച്ചതായ ആ നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ ജഡീക ചിന്തകൾ കാരണം, സ്വാർത്ഥത കാരണം, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള അസൂയ കാരണം ദൈവിക പദ്ധതിയിൽ നിന്നും അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗവത്താകുവാൻ നമുക്ക് ലഭിക്കുന്നത് ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആ കൃപയ്ക്ക് വേണ്ടി. നല്ല കർത്താവെ, സ്വർഗീയ പിതാവേ, അതേ കർത്താവെ, അവിടുത്തെ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളും ഞങ്ങളുടെ കർത്താവെ മറ്റുള്ളതായ ചിന്തകളും ഒക്കെ വെടിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, ഞങ്ങളിലൂടെ ദൈവനാമം ഉയർത്തപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പദ്ധതി പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗവത്തായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.